പന്നിയിറച്ചിയുടെ വില കുത്തനെ കൂടി. കോതമംഗലത്ത് 340 രൂപയാണ് 1 കിലോ പന്നിയിറച്ചിയുടെ വില. ഇനിയും വർധനവുണ്ടാകുമെന്നാണ് ഈ രംഗത്തുള്ളവരുടെ വിലയിരുത്തൽ. ഫാമുകളിൽ പന്നിക്ക് ക്ഷാമമുണ്ടായതാണ് വില വർധനവിന് കാരണം. തിങ്കളാഴ്ച മുതൽ പന്നി കശാപ്പും ഇറച്ചി വിൽപ്പനയും നിർത്തിവെക്കുവാനും ഈ രംഗത്തുള്ളവരുടെ സംഘടന തീരുമാനിച്ചിട്ടുണ്ട്. പന്നിയിറച്ചിയുടെ വില 2 മാസത്തിനുള്ളിലാണ് കുത്തനെ വർദ്ധിച്ചത്. ഡിസംബറിൽ 1 കിലോ പന്നിയിറച്ചിയുടെ വില 250-280 നിലയിലായിരുന്നു. ഇപ്പോഴാകട്ടെ 340-ലെത്തി. ഇനിയും വർദ്ധിക്കുമെന്നാണ് ചെറുകിട വിൽപ്പനക്കാരുടെ വിലയിരുത്തൽ. 400 രൂപയെങ്കിലും ആകുമെന്നാണ് സൂചന. സംസ്ഥാനത്താകെ ഇത്തരത്തിൽ വിലക്കയറ്റമുണ്ട്. പന്നിയുടെ ലഭ്യത കുറഞ്ഞതിനൊപ്പം കേരളത്തിലെ ഫാമുകളിൽ വില വർദ്ധിപ്പിച്ചതാണ് ഇറച്ചി വിലയിലും വർധനവുണ്ടാകാൻ പ്രധാന കാരണം. അമിതമായ വില വർധനവുണ്ടായതോടെ പന്നി ഇറച്ചി വിൽപ്പന പല കടകളും നിർത്തിവെച്ചിരിക്കുകയാണ്. ആവശ്യക്കാരുടെ എണ്ണവും കുറഞ്ഞെന്ന് കച്ചവടക്കാരും പറയുന്നു. ഡിസംബർ 1 മുതൽ 300 വിലയായതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒറ്റയടിക്ക് വില കൂടിക്കൊണ്ടിരിക്കുക. നിലവിൽ ഈ സാധനം കിട്ടാനില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. നമുക്കിപ്പോൾ ഫാമിൽ നിന്ന് 1 കിലോ ഇറച്ചി വന്നു കഴിഞ്ഞാൽ നമ്മൾ വെട്ടി തൂക്കി കഴിയുമ്പോൾ എങ്ങനെ വിളിച്ചാലും നിലവിൽ 300 വിലയ്ക്കൊക്കെയാണ് വന്നത്. ഇപ്പോൾ പിന്നെ അന്ന് വേസ്റ്റും തള്ളുവീസും പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടും. അതായത് ഷോർട്ടേജ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്ത വിലയാണ് കിട്ടുന്നത്. സാധനം കിട്ടാനില്ല നിലവിൽ ഒരു കടയിലും ഇല്ലാത്ത. നമുക്കിപ്പോൾ ഇന്ന് കിട്ടിയേക്കണ 10 കിലോ ഇറച്ചിയാണ്. ഇതുകൊണ്ട് നമ്മൾ ഈ പ്രസ്ഥാനമായിട്ടിരുന്ന എങ്ങനെ മുന്നോട്ട് പോകും? ഫാമുകൾ കൃത്യമായി വിലക്കയറ്റം സൃഷ്ടിക്കുന്നതാണെന്ന് ആക്ഷേപവുമുണ്ട്. ഈസ്റ്റർ ആകുമ്പോഴേക്കും വില 400-ലെത്തിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. അമിതമായ വിലക്കയറ്റം ചെറുകിട വ്യാപാരികളെയും കശാപ്പുകാരെയും പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് തിങ്കളാഴ്ച മുതൽ പന്നി ഇറച്ചി വ്യാപാരം നിർത്തിവെക്കാനാണ് ഈ മേഖലയിലെ സംഘടനയുടെ തീരുമാനം. കേരളം മൊത്തത്തിലായിട്ട് ഞങ്ങളിത് സമരത്തിലേക്ക് ആഹ്വാനം ചെയ്യുകയാണ്. കാരണം ഞങ്ങൾക്ക് ഇത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ തൊഴിൽ ചെയ്യുന്നത്. ഞങ്ങൾ സമ്പന്നരാവാനോ കള്ളപ്പണം വെളുപ്പിക്കാനോ മറ്റുള്ള പരിപാടിക്ക് ഒന്നിനുമല്ല ഞങ്ങൾ ഈ തൊഴിൽ ചെയ്യുന്നത്. ഞങ്ങൾ അരി വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങളുടെ സ്ഥാപനമായിട്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അത് അരി വാങ്ങിക്കാൻ ഒരു മാർഗമില്ലാത്ത രീതിയിലേക്ക് ഈ ലോബിയെ സഹായിക്കുന്ന മുനിസിപ്പൽ അതായത് ഉദ്യോഗസ്ഥരടക്കം എല്ലാവരും ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ തട്ടിപ്പിന് കൂട്ടു നിൽക്കാതെ സാധാരണക്കാർക്ക് ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണം. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ അനിശ്ചിതകാലത്തേക്ക് തിങ്കളാഴ്ച മുതൽ കടകൾ പന്നി മാംസം വിൽക്കുന്ന നിർത്തിക്കൊണ്ട് സമരം ആരംഭിക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്നും സംസ്ഥാനത്തേക്ക് പന്നികളെ കൊണ്ടുവരുന്നതിലുണ്ടായ തടസ്സം വിലവർധനയിലേക്ക് നയിച്ച കാരണങ്ങളിൽ ഒന്നാണ്. തമിഴ്നാട്ടിലെ വൻകിട ഫാമുകളിൽ നിന്ന് പന്നികളെ വൻതോതിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. കേരളത്തിലെ വൻകിട ഫാമുകളും ഇതേ പാത പിന്തുടരാനുള്ള ആലോചനയിലാണ്. ഇക്കാരണങ്ങളെല്ലാം കൊണ്ടുതന്നെ പന്നി ഇറച്ചിയുടെ വിലക്കയറ്റം ഇനിയും തുടരുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.